തമിഴ്നാട് തിരുവള്ളൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ മദ്യലഹരിയിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടം. യാത്രക്കാരെ പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചു. ഹിന്ദു കോളേജ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവമുണ്ടായത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ എന്താണ് റഹീസ്? മുഹമ്മദ് റയീസിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. തമിഴ്നാട് തിരുവള്ളൂരിൽ റെയിൽവേ സ്റ്റേഷനിലാണ് മദ്യലഹരിയിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. യാത്രക്കാരെ പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചു. അത് ദൃശ്യങ്ങളിൽ കാണാം. ഹിന്ദു കോളേജ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അവർ പിടിയിലായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ മുഹമ്മദ് റഹീസ് പങ്കുവയ്ക്കും ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്താണ് റഹീസ്? ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മദ്യലഹരിയിൽ റെയിൽവേ സ്റ്റേഷനിൽ കയറിയ യുവാക്കൾ യാത്രക്കാരുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന ആളുടെ തലയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അതും ഇരുമ്പ് കമ്പി കൊണ്ട്. തിരുവള്ളൂരിലെ ഹിന്ദു കോളേജ് റെയിൽവേ സ്റ്റേഷനാണ്. പ്രധാനമായും ഇവിടെ നിന്ന് ചെന്നൈയിലേക്കൊക്കെ പോകാനായി വൈകിട്ട് പാസഞ്ചർ ട്രെയിനൊക്കെ കാത്തു നിൽക്കുന്ന ഒരുപാട് യാത്രക്കാർ ഉണ്ടാകാറുണ്ട്. ഇവിടെയാണ് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൗണ്ടറിന് എതിർവശമുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഊടുവഴിയിലൂടെ കുറച്ച് യുവാക്കൾ അകത്തേക്ക് കടന്നു വരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നു. ഇവരുടെ കയ്യിൽ ഇരുമ്പ് പൈപ്പുകളും ഒപ്പം തന്നെ മറ്റ് കമ്പിയും വടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ അങ്ങനെ സ്ഥലത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ അടിച്ച് മുന്നോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരനായിട്ടുള്ള പരമശിവം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. അയാൾ വെറുതെ ഇവരെ നോക്കുക പോലും ചെയ്യാതെ വെറുതെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ എന്തോ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഇയാളുടെ തലയ്ക്ക് അടിച്ചതിന് ശേഷം ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ യുവാക്കൾ മുന്നോട്ട് പോകുന്നതാണ് ദൃശ്യത്തിലുള്ളത്. അങ്ങനെ ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. സമീപത്തുള്ളവർ എന്തായാലും ഇയാളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായി ഇയാൾക്ക് പരിക്കുണ്ട്. ശേഷം ആവടി റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി പ്രതികൾക്കായി തെരച്ചിൽ നടത്തി. ഇതിൽ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. സുഭാഷ്, ഒപ്പം തന്നെ ഇബ്രാഹിം, ശേഷം ഒരു 14 വയസ്സുള്ള ഒരാൾ കൂടി ഇതിനകത്ത് പിടിയിലായിട്ടുണ്ട് സംഭവത്തിൽ. എന്തായാലും മറ്റു 3 പ്രതികൾക്കായി കൂടി പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ വലിയ പരാതിയാണ് ഇതിനുശേഷം ഉന്നയിക്കുന്നത്. ഒരുവിധ സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ ഏത് ആക്രമികൾക്കും ഏത് സമയവും കയറി എന്തും കാണിക്കാവുന്ന തരത്തിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ സംവിധാനങ്ങൾ ഉള്ളത്. ഒരു സുരക്ഷയുമില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില ഇപ്പോൾ എന്തായാലും ഭേദമായിട്ടുണ്ട്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.